ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളതേ തൃശ്ശൂര് വടക്കേ സ്റ്റാൻഡിൽ പോവാ. ജൂബിലി മിഷന്റെ അവിടെ ചെന്നാൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് സീമാസ് ഡ്രസ്സ് കട നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ മോളും പെരുന്നാളിന് പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരുപാട് ഓഫറുകൾ ഉണ്ട്. 10 രൂപ വെച്ചിട്ടാണ് സാരി. എല്ലാ ഡ്രസ്സുകളും നല്ലതാണ്. ഞങ്ങൾ പോയി എടുത്തേണ്ട അനുഭവമാണ് പറയുന്നത്. നിങ്ങൾ എല്ലാ പ്രേക്ഷകരും എവിടെ ഉണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സീമാസ് ഡ്രസ്സ് കടയിൽ പോയി ഡ്രസ്സ് എടുക്കുക. ഒരു കംപ്ലൈന്റ് ഉള്ള ഡ്രസ്സല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഡ്രസ്സുകളുണ്ട്. പക്ഷെ ഇത് നല്ല ഡ്രസ്സാണ്. അതവര് പരസ്യം ഇടണമെന്നോണല്ല, സത്യമാണ് അവര് പരസ്യം ഇടണത്. അതിന്റെ പേരില് സീമാസ് ഡ്രസ്സ് കടയിൽ പോയി എല്ലാവരും ഡ്രസ്സ് എടുക്കണം. ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജൂബിലി മിഷന്റെ അവിടെ പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാൽ അവിടെ കൊണ്ടുവന്നാക്കി തരും. അവിടെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നാക്കി തരും. പിന്നെ നമ്മളെ സീമാസി ഡ്രസ്സ് കട മുതലാളിക്കും അവിടെ പ്രവർത്തിച്ചു വരുന്ന എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവര് പറഞ്ഞ് പറയിപ്പിക്കുന്ന ഒന്നല്ല. അവര് ഈ സംഭവം എന്താ ഞങ്ങളെ മറന്നു കാണും അവര്. എന്ന് വെച്ചാൽ നോമ്പെരുന്നാളിന്റെ നോമ്പിന് ഞങ്ങള് പോയിട്ട് 3 സാരി എടുത്ത്, മാക്സി എടുത്ത്, കുറച്ച് ഡ്രസ്സുകൾ എടുത്ത്. അതൊന്നും അവർക്ക് ഞങ്ങളെ ഈ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷെ ഇന്നെങ്കിൽ എന്നെ ഓരോരുത്തർ കാണുമ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ളതല്ലേ ഫേസ്ബുക്കിലുള്ളതല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അവര് കണ്ടിട്ട് പോലും അവർക്ക് തന്നെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ അവരിഞ്ഞ് കണ്ടിട്ട് അവരാലോചിക്കണം. സത്യം ഞാൻ പറയുന്നത്, ഒരാളും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല. ഇത് ഞങ്ങൾ അനുഭവം കൊണ്ട് പറയുന്നതാണ്. നല്ല ഡ്രസ്സാണ് അവരത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 10 റുപ്യയുടെ ആണെന്ന്. 10 റുപ്യയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാലും അവര് പണക്കാരാണ്. അവർക്കത് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു.